ക്ലിക്ക് പ്ലസ് മീഡിയ എന്റർടൈൻമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കൂട്ടം ഹൗസ് ഡ്രൈവർമാർ ഒരുമിച്ച് കൂടി ചിത്രീകരിച്ച ഒരു സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈമാനുള്ള ഇബ്ലീസ് ഒരു പ്രത്യേകതരം പേരാണ്. നമ്മൾ നാട്ടിലൊക്കെ പല ഇതിലും കേട്ടിട്ടുണ്ട്. ഈമാനുള്ള ഇബ്ലീസ് എന്നല്ല, എന്റെ നാട്ടിൽ പലരും പറയാറുണ്ട്. പള്ളിയിൽ പോവും ബാക്കിയുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവരൊക്കെയാണ് നമ്മൾ അങ്ങനെ പറയാറ്. എന്തുകൊണ്ടാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈമാനുള്ള ഇബ്ലീസ് എന്നുള്ള പേരിലേക്ക് എത്താനുള്ള ഇതില് സോലത്തായ കുറെ ആൾക്കാരുണ്ട്, കണ്ടില്ലേ? ഒരുപാട് സോലത്തായ ആൾക്കാരുണ്ട്. താടി കണ്ടില്ല ഇതൊക്കെ. ഇതിന് സോലത്താഞ്ഞ് ഒരുപാട് ആൾ കഴിഞ്ഞ് വരാനുണ്ട്. അല്ല കണ്ട നിസ്കാരത്താകുമ്പോണ്ട് ഓരോരുത്തരെ. അതാണ് അത് നിസ്കാരത്തിന്റെ പ്രകാശമാണല്ലോ. അതാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ഹൗസ് ഡ്രൈവർമാരെന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. വെള്ളിയാഴ്ചകളിൽ പോലും ഒഴിവില്ലാതെ സമയപരിമിതി ഒരുപാടുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരു സിനിമ ചിത്രീകരിക്കാനും അതിലേക്ക് വരാനും ഉള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഞങ്ങൾ തുടക്കത്തിൽ ഇത് ഏഷ്യൻ ടൗണിൽ ഞങ്ങൾ സിനിമ കാണാൻ പോയതാണ്. പണി പറഞ്ഞ ജോർജ് ജോർജിൻ്റെ ഒരു പടം കാണാൻ വേണ്ടി പോയി. ടിക്കറ്റ് കിട്ടില്ല ഞങ്ങൾക്ക്. ടിക്കറ്റ് കിട്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അടുത്തൊരു പടം കയറാം, അല്ലെങ്കിൽ അടുത്ത ഷോ കയറാം. അപ്പം ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുള്ളൂ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തപ്പോൾ ടിക്കറ്റ് ഉണ്ട്. ഫ്രണ്ടിലായപ്പോൾ മുബാർക്ക് ഓൾറെഡി പറഞ്ഞിടാം നമുക്ക് പടത്തിനേക്ക് പോകണ്ട, നമുക്ക് വേറെ പരിപാടി നോക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ മൂത്രമൊഴിക്കാൻ ബാത്റൂമിൽ പോയി. ആ സമയത്ത് ഞാനും അൻവറാണ് കൂടെ ഉണ്ടായത്. ഞങ്ങളുടെ സമയത്ത് ഇവിടെ നമുക്ക് റീലെടുക്കാം. അപ്പോൾ ബാത്റൂമിൽ നിന്ന് റീലെടുക്കാന്ന് വെച്ചാൽ ഇവന്മാരിങ്ങനെ കളിയാക്കി. അല്ല വേറെ റീലുണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്, അവന്മാരെ വിളിക്കാറിന്. ഞാൻ ഇവന് മുബാർക്ക് പാങ്ങോട് അങ്ങനെ എല്ലാം കൂടിച്ച് റീലെടുത്ത്. അപ്പോൾ തമാശക്ക് എടുത്തുണ്ട്. അതിങ്ങനെ ഇൻസ്റ്റാ ടിക്ടോക്കിലൊക്കെ ഇട്ട്. അത് മുബാറക്കിൻ്റെ ഒരു ടിക്ടോക്കിൽ അത്യാവശ്യം ഒരു അല്ല സ്ലീവർ എന്നാണ് അവൻ്റെ ഒരു ID. അതിൽ കുഴപ്പമില്ലാതെ റീച്ചിൽ കയറി, ഇൻസ്റ്റാഗ്രാമിലും കുഴപ്പമില്ലാതെ കയറി. അപ്പോൾ കുറേ പേര് ഞാൻ പേഴ്സണലി മെസ്സേജ് ഷൂട്ടിംഗ് ആണോ അതാണ് ഇതാണോ എന്ന്. തമാശക്ക് അൻവർ പുതിയ ഷൂട്ടിംഗ് ആണ്, ഞങ്ങൾ പുതിയ സാധനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ്. തമാശക്കായ സംഭവം. ബേസിക്കലി രാവിലെ ഞങ്ങൾ എണീച്ചപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് മുബാറക്കിന്. അതിലിങ്ങനെ വന്ന് മെസ്സേജ് അതിലിട്ട്. അപ്പോൾ നമുക്ക് സാധനം ചെയ്യാം, ഇപ്പോൾ കഥ ഏതെന്ന് പറഞ്ഞ് മുബാറക്ക് ബേസിക്കലി കഥ ഉണ്ടായി. അതൊരു ഷോർട്ട് ഫിലിമായി തുടങ്ങിയതാണ്. പിന്നീട് ഇതിലേക്ക് ഒരുപാട് ആളുകൾ വന്നു. ഇപ്പോൾ ദോഹ വോയിസ് എന്ന് പറഞ്ഞാൽ ഖത്തർ തന്നെ അറിയപ്പെടുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേ പേര് വന്ന്. അപ്പോൾ വലിയ ടീമായി. അത് ഞങ്ങൾ ഒരു 10-15 പേരുള്ളായിരുന്നു. 10-35 പേരായി. കുറേ സ്ത്രീകളായി, കുറേ ആർട്ടിസ്റ്റുകൾ വരൽ തുടങ്ങി. വലിയ ഗ്യാങ് ആയപ്പോൾ സിനിമ ആക്കി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായത്. എങ്ങനെ നായകന്മാരെയും നായികമാരെയും തിരഞ്ഞെടുക്കാൻ? നായകനെ ഞങ്ങൾ ആദ്യം ഞാനും മുബാറക്കും ആദ്യം ഖത്തറിലെ ടിക്ടോക്കർ പയ്യനുണ്ട്, അത്യാവശ്യം നല്ല റീച്ചുള്ള പയ്യനാണ്. അപ്പോൾ അവൻ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അതിപ്പോൾ അൻവർ ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നും പോയി മീറ്റ് ചെയ്ത്. അപ്പോൾ കഥ കേട്ടപ്പോൾ അവന് ഓക്കെ നമ്മൾ പറയുന്നത് വലിയ സാമ്പത്തികമൊന്നുമില്ല. അപ്പോൾ ഒരു ഇത് ഷോർട്ട് ഫിലിം ലെവൽ ഞങ്ങൾ സംസാരിച്ചു അവനോട്. അപ്പം പറഞ്ഞു ഓക്കെ ചെയ്യാം, നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. മൊബൈൽ ഫോണിലായിരുന്നു. മൊബൈൽ ഫോണിൽ ചെയ്താൽ എൻ്റെ നിലവാരം പോകും, ഞാനിവിടെ അത്യാവശ്യം പേര് എന്നെ അറിയുന്നതാണ്, ഇവിടെ അത്യാവശ്യം കുറച്ച് റീച്ച് ഉണ്ടൊക്കെ എനിക്ക്. ഇവിടെ അവന് ഫുഡ് ബ്ലോഗും പല പരിപാടികളും ചെയ്യുന്നുണ്ട്, കുറച്ച് റീച്ച് ഉണ്ട് അവനക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ മുബാറക്ക് അപ്പോൾ അവന് മൊത്തം നോക്കിയാണ്, അത്രക്കുള്ള റീച്ചൊന്നും എനിക്കില്ല എന്നാൽ ഞങ്ങൾ. അപ്പോൾ അവൻ പറഞ്ഞു ചെയ്ത് കാണിക്കുക എന്നും പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ അൻവറിനെ വെക്കാം, അൻവറിനെ വെച്ച് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സംഭവം. അൻവർ നായകനാവണത്. ജ്യോതി പറഞ്ഞ നായിക വരുന്നതും ഇതേ പറഞ്ഞ നായിക മുബാഷിറാണെങ്കിൽ ജ്യോതിയെ കൊണ്ടുവരുന്നത്. മുബാഷിറാണ് നമ്മൾ ഇതിൽ സുഹൃത്തുണ്ട്, കണ്ണൂരുള്ള സിംഗറാണ്. അപ്പോൾ അവൻ പറഞ്ഞിടാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജ്യോതിയാണ്, അവൾ അഭിനയിക്കും എന്ന് പറഞ്ഞ് എൻ്റെ ജ്യോതിയിൽ നായികയായിട്ട് വന്നു. നമുക്ക് നായകനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? അതെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവിയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി ഇത് പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. പിന്നെ അത് വലിയൊരു സിനിമയായിട്ട് മാറി. അത് ഒരു 3 മാസത്തോളം ഷൂട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞല്ലോ വെള്ളിയാഴ്ചകളിൽ മാത്രം ഷൂട്ടിങ് ചെയ്ത് അങ്ങനെ നമ്മളൊരു സിനിമയാക്കി എടുത്തതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റിയതിൽ, അല്ലേ? അതായത് നമ്മൾക്ക് ഒറ്റക്ക് എന്തായാലും പറ്റിയിട്ടില്ല. അതുപോലെ എല്ലാവരും ഒരു കൂട്ടായ്മ പറഞ്ഞല്ലോ. 35 പേര്, 36-37 പേരുണ്ട്. അപ്പം എല്ലാവരും നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണുള്ളത്. എന്തായാലും അതെ, അൻവർക്ക നമ്മുടെ നായകൻ മാത്രമല്ല, നമ്മുടെ ക്യാമറമാൻ കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടെയാണ് ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് മാത്രമല്ല ഈ ഗൾഫ് ജീവിതത്തില് വീട്ടിലെ ഡ്രൈവർമാരെ നമ്മൾ സംഘടിപ്പിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞാൽ വലിയ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിൽ ഈ ഹൗസ് ഡ്രൈവർമാർ എല്ലാവരും സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് നമ്മൾ
ഈ റിലീസിൻ്റെ സമയത്ത് ഇതൊരു വിജയകരമായി തീരുമെന്നുള്ള ഒരു പ്രതീക്ഷ കാണുന്നുണ്ട്. ഇങ്ങനെ ഈ ടൈം കണ്ടെത്തിയിട്ട് ഈ സിനിമ പൂർത്തീകരിച്ചല്ലോ, അതിന് നമ്മൾ അവരോട് തന്നെ നമ്മൾ എന്താകണോ ഒരു തീരാത്തൊരു കടപ്പാട് അറിയിക്കണം. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഹൗസ് ഡ്രൈവേഴ്സിന്റെ ജോലി അതാണ്. എങ്ങനെയാണ് ഹൗസ് ഡ്രൈവേഴ്സ് എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയത്? എല്ലാവരും അടുത്തടുത്തുള്ളവരാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണോ? ഷജീറൊക്കെ ഉള്ളത് ഒരു ലോങ്ങിലാണ്. ഷജീറ സംസാരിക്കല്ലേ? ഞാൻ പിന്നെ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ആദ്യമായിട്ടൊരു നാടകത്തിൽ അഭിനയിച്ചതാണ്. അതിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു. സത്യത്തിൽ അണ്ണനായിട്ട് അഭിനയിച്ചു. ചിന്ന മുരുകൻ അതിലൊരു ഡയലോഗ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. അണ്ണാ നേത്ത് മാതിരി അഹാമിരുന്ന മികവും നന്നായിരിക്കും. മധ്യാഹ്നം വരെ ഉയർന്നിട്ട് 7 തവളകളെ മട്ടും കിളച്ചത് കടുവളയെ കാപ്പാത്തുക. അതിന് ശേഷം പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടിൻ്റെ മേഖലയാണ്. സത്യത്തിൽ മുബഷീർ നമ്മുടെ ഒരു സുഹൃത്താണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഞാനും റഫീഖും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫിലിമിൻ്റെ കാര്യം പറയുന്നത്. സത്യത്തിൽ ഈ പാട്ടും ഫിലിമും ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഒരു പിടുത്തമില്ല. പിന്നെ നമ്മുടെ ഹൗസ് ഡ്രൈവർ നമ്മളെ എന്താ പറയുക, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അസീസിയയിലാണ്. മൂപ്പര അവിടെ നിന്ന് കണ്ടു പരിചയമുണ്ട്. എന്തിരുന്നാലും ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഈ ഒരു ഈമാനുള്ള ഇബിലീസ് എന്ന ഈ ഒരു ഫിലിമിൽ നമുക്ക് ഈ ദോഹ വോയിസിലെ ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ചാൻസ് തന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിലെ റോള് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മുഖം നോക്കിയിട്ടായിരിക്കും റോള് തന്നത്. കാരണം ഞാനും റഫീഖു കള്ളക്കടത്തായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതെന്തായാലും മുഖം കണ്ടിട്ട് തന്നെയാണ്. കള്ളക്കടത്തായിട്ടാണ് ഞങ്ങളെ സെലക്ട് ചെയ്തത്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇനി അടുത്ത ഫിലിമിന് അതിലും നല്ലൊരു വേഷം തരുമായിരിക്കും അല്ലേ എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എങ്ങനെയാണ് ഈ മൊബൈൽ സിനിമ എന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നത്? ഞങ്ങൾക്ക് ക്യാമറ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞങ്ങൾക്ക് തോന്നിയത് ഫോൺ ചെയ്യാന്നാണ്. ദോഹ വോയിസ് എന്ന് പറയുന്നത് മ്യൂസിക്കിന്റെ ഒരു കൂട്ടായ്മയാണ്. കുറച്ച് പാട്ടുകാർ പാട്ട് പാടാൻ വേണ്ടി കൂട്ടിയ കൂട്ടായ്മയാണ് ദോഹ വോയിസ്. അതിലുള്ളതാണ് നമ്മുടെ റമീസ്ക എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വന്നത്? ഈ ദോഹ വോയിസിന്റെ ഒരുവിധ ആൾക്കാരെല്ലാം ഈ മൂവിയിലുണ്ട്. ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു, നമ്മളെ വിളിച്ചില്ലല്ലോ എന്നുള്ള. കാരണം റഫീഖ് ആയിക്കോട്ടെ സജീർ ആയിക്കോട്ടെ ഇവരൊക്കെ പോയി അഭിനയിച്ചു. അങ്ങനെ അവസാന ഘട്ടത്തിൽ പറയുന്നത് നിനക്ക് പറ്റിയൊരു റോളുണ്ട്, അത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു ക്ലൈമാക്സ് സീനാണെന്ന് പറഞ്ഞത്. അത് വ്യക്തമായിക്കൂടാ, പടത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് സീനാണ്. ക്ലൈമാക്സ് നമ്മളിപ്പോ പൊട്ടിക്കുന്നില്ല. അത് ഒരു രാത്രി 12 മണിക്ക് വിളിക്കുന്ന സമയം എപ്പോഴും ഇമ്പോർട്ടന്റ് ആണല്ലോ. രാത്രി 12 മണിക്ക് വിളിക്കുന്ന നല്ല കാറ്റുള്ള ടൈം. പിന്നെ ഓവർ ലാഗ് ഒന്നും അടിക്കാണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് അത് തീർത്തു ആ സീന്. ഒരു 10 ആംഗിളായിട്ട് എടുത്തത്. അല്ല ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് റമീസ് ഖാനെ മൂവിയിൽ തന്നെ കണ്ടറിയാം. അല്ലാതെ നമുക്ക് ഇപ്പൊ തന്നെ ആ സീൻ പറഞ്ഞു പൊളിക്കണ്ട അല്ലേ? ക്യാമറമാനും ആക്ടറുമായ അൻവർ ഖാൻ മുമ്പ് അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ? എങ്ങനെയാണ് മൂവിയിലെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? വെഡ്ഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നാട്ടിൽ. പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോകണ്ടായിരുന്നു. പിന്നെ അന്ന് മുതൽ തന്നെ ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറേ പോയിട്ടുണ്ടായിരുന്നു. 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് പിന്നെ ഡയറക്ഷൻ ഫീൽഡിലോട്ട് ഇറങ്ങി. അങ്ങനെ ഒരു 2-4 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് നാട്ടിൽ. പിന്നെ ആൽക്കുൽത്തങ്ങാടി എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളം ഞങ്ങളത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അത്യാവശ്യം തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ചാനലായിട്ട്, ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ചാനലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അതിന് മുന്നേ ഖത്തറിലുണ്ടായിരുന്നു. അന്ന് ഇതേപോലെ പറഞ്ഞ പോലെ ഷാഹിദ്, അൻവർ തിരുവനന്തപുരം, ഗോപാലേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ വെച്ചിട്ട് ഞങ്ങൾ 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കൊറോണ ഉണ്ടായിരുന്നില്ല, അത് ഷാഹിദ് ഏതായിരുന്നു അതിൻ്റെ 2017 ഫസ്റ്റ് കൊറോണയിൽ ലോക്ക്ഡൗൺ പ്രവാസി എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം 4 ലക്ഷം 5 ലക്ഷം ആൾക്കാർ കണ്ട. അതും ഒരു അന്നൊന്നും ഈ പറഞ്ഞ പോലെ iPhone 7 അതൊക്കെ ആയിരുന്നു അന്നത്തെ സമയത്ത്. അപ്പം അന്ന് അത്രയും ലോ ക്വാളിറ്റിയിൽ നമ്മളൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ്
പിന്നെ മുബാറക്കിന് വെച്ചിട്ട് ആൽബം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് സ്വർണ്ണവേട്ട എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഹാഫ് ഇവിടെ, സെക്കൻഡ് ഹാഫ് നാട്ടിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ഈമാനുള്ള റിലീസിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഡയറക്ടറോട് ചോദിക്കാം, കള്ളക്കടത്ത് മാത്രമാണോ ഇല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് കൂടെയാണോ സിനിമ? ഫാമിലി ഓഡിയൻസും കാണാൻ പറ്റിയ വർക്ക് തന്നെയാണ്. കള്ളക്കടത്തതിൻ്റെ ഭാഗമാണ്, കൂടുതൽ പറയാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ ഇതുവരൊക്കെമായിട്ടുള്ളത്. കൂടുതൽ പറയാൻ പാടില്ല. ഇന്ന് 2-ാം തീയതി, ഈ ഞായറാഴ്ച ഫെബ്രുവരി 2-ാം തീയതി റിലീസാവും. ഓക്കെ, അപ്പൊ നമുക്ക് അധികം ദിവസങ്ങൾ കാത്തിരിക്കേണ്ട, ഒരാഴ്ച കൂടെ കാത്തിരുന്നാൽ നമുക്ക് മൂവി കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേറൊരു ചോദ്യം കൂടെ, എല്ലാ സാങ്കേതിക മികവോടുകൂടിയും വീണ്ടും ഒരു നല്ലൊരു ബിഗ് സ്ക്രീൻ മൂവിയിലൂടെ നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു വർക്ക് മൊത്തം ഫൈലായ സമയത്ത് മഹമ്മൂദ് നമ്മുടെ ഖത്തറിലെ ടിക്ടോക്കിലൊക്കെ സജീവമായിട്ട് ചാടി അടിക്കുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് ആൾ പരിപാടി അതാണ്. ഒരു ഫൈറ്റാണ് മൂപ്പർ മെയിൻ പരിപാടി. നമ്മളെ അജിനാസിൻ്റെ ഒക്കെ, നമ്മളെ ഇസ്മായിൽ ഖാൻ്റെ ഒക്കെ സുഹൃത്തായിട്ടുള്ള മഹമ്മൂദ് എന്നോട് നമുക്കിത് തിയേറ്ററിൽ നിന്ന് കളിപ്പിക്കാൻ നോക്കിക്കൂടെ അയച്ച്. ആ സമയത്ത് ഞാനും അൻവറും മുബാർക്ക് ഒന്ന് ചിരിച്ച ആദ്യം, ഇത് തിയേറ്ററിലോ, കാരണം ഒന്ന് ഫോണിലാണ് എടുത്തിട്ടുള്ളത്, തിയേറ്ററിൽ എടുക്കില്ല. ഇവിടെ തിയേറ്ററിൽ കളിപ്പിക്കാൻ തന്നെ നമ്മൾ ഒരു ഷോ കളിപ്പിക്കാൻ 2000 റിയാൽ കൊടുക്കണം, ഒറ്റ ഷോ നമുക്ക് തീരുള്ളൂ. ആ സമയത്ത് മഹമ്മൂദ് കരട് നമുക്ക് ആരും സ്പോൺസർ കിട്ടാം, അത് വിഷയമാക്കണ്ട, ഞാൻ സെറ്റാക്കി തരാം, പൈസ നിങ്ങൾ വിഷയമാക്കണ്ട, നമുക്കിങ്ങനെ സ്ഥലമുണ്ട്, അപ്പോൾ മുബാഷിറാണെങ്കിൽ സ്ഥലമുണ്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് ചെയ്തിട്ടുള്ള ഇതേ മൈക്കൊരു മൈക്കിലാണ് ഡബ്ബിങ്, സ്റ്റുഡിയോ ഡബ്ബിങ് അല്ല. പിന്നെ എഡിറ്റിംഗ് പറഞ്ഞാൽ ചെറിയൊരു ഇതാണ്, ഒരു ചെറിയ സിസ്റ്റത്തിലാണ് എഡിറ്റിങ്, സ്റ്റുഡിയോ ഡബ്ബിങ് ഇല്ല. ഇതുപോലെ മൈക്ക, ഒരു ഐഫോൺ 30 അല്ലേ, 14 ഗൂഗിൾ പിക്സൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള. അതുപോലെ ഈ ലൈറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഷൂട്ട് എടുക്കുന്ന സമയത്ത് ലൈറ്റ് പറഞ്ഞ സാധനമാണല്ലോ, അത് ഈ നൈറ്റിലാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇവരൊക്കെ ലൈറ്റ് പിടിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാവാം, ചിലപ്പോൾ എമർജൻസി, അങ്ങനെയുള്ള പല സാധനങ്ങൾ ലൈറ്റ് പോയി. അതിൻ്റെ മേക്കിംഗ് വീഡിയോ പോലെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്കിലൊക്കെ ഉണ്ട്, കുറേ പിന്നെ ഇവന്മാർ ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ ഇട്ടിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി. വലിയ സ്ക്രീനിലേക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു കഥ ആദ്യമാക്കി കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെ അതും ഇപ്പോൾ പുറത്തുമാർ പറയണ്ട, വിടണ്ട. മഹമ്മൂദ്ക്കൊക്കെ അറിയാം, മുബാറക്കിനറിയാം, പാങ്ങോടിനറിയാം, കുറച്ച് പേര്. അതുപോലെ ഞങ്ങൾ ഇടുക്കി ജാഫർ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉദ്ദേശിക്കുന്നത്, അവർ നമുക്ക് ഡേറ്റ് തരണമല്ലോ. ഞങ്ങൾ ആഗ്രഹം വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ്, കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അതെ. ഷാഹിദ്ക്ക എത്ര വർഷമായി ഖത്തറിൽ വന്നിട്ട്? 8 വർഷമായി. 8 വർഷമായി. ഇതിനു മുന്നേ എന്തെങ്കിലും സിനിമ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും? ഇവിടെ ഖത്തറിൽ വെച്ചിട്ടില്ല, നാട്ടിൽ വെച്ചിട്ടോ? നാട്ടിലോ ഖത്തറിലോ? സിനിമ ബേസിക് ഇല്ല, കുറേ ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, ഹോം സിനിമ അങ്ങനെയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇതിന് മുന്നേ. ഇവിടെ ഖത്തറിൽ വെച്ചിട്ട് ഇതിന് മുന്നേ കുറേ ഹോം സിനിമ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുപ്പം മുതലേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു തോട്ടാണോ? ചെറുപ്പം മുതൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമ്മൾ സുഹൃത്തുണ്ട്, ഒരു സിംഗറാണ്, ജിൽഷാദ് വല്ലപ്പോയി അറിയും, അവന് സുഹൃത്താണ്. അപ്പോൾ അവൻ്റെ കൂടെ പോയപ്പോൾ അവൻ ആൽബത്തിൽ അഭിനയിപ്പിച്ചു. അഭിനയത്തിൻ്റെ എപ്പിസോഡ് ഒന്നും ഞങ്ങളോട് പോയി പഠിച്ചിട്ടൊന്നുമില്ല. ഞാനായാലും അൻവറായാലും മുബാർക്ക് ആയാലും ഒന്നും പഠിച്ചിട്ടില്ല. വിലക്ക് പിന്നെ നാടകത്തിലും അങ്ങനെയുള്ള സ്കൂളിലൊക്കെ ചെയ്തെങ്കിൽ ഞാനൊരു നബിദിനത്തിൽ പോലും സ്റ്റേജ് കയറി പാട്ടാടിയിട്ടില്ല. പേടിയാണ്. ഇപ്പം തന്നെ ഞാൻ ഒഴിഞ്ഞു മാറി കൊടുത്ത് മുബാർക്ക് പിടിച്ചിരുത്തിയോണ്ടാണ് റൂമിൽ വന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയോണ്ട് വന്നിരുന്നു അവിടെ. അതാണ് സ്ഥിതി. സജീർ ദോഹ വോയിസിന്റെ സജീവമായ ഒരു പാട്ടുകാരനാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരു 2 വരി. 4 വരി പാടും സജീർ. എന്നാ സജീറെ എൻ്റെ മാസ്റ്റർ പീസ് പാട്ടേക്കും. മാസ്റ്റർ പീസ് പാട്ടേ. എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ഇഷ്കിൻ്റെ ഞെക്കുവിളക്കിൻ വെളിച്ചമാണുള്ളിന്നിരുട്ടറയിൽ ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ കൽവിൻ മരുപ്പറമ്പിൽ പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം. നമ്മൾ ഇത്രയും നേരമായിട്ട് ഒരു ചോദ്യം ചോദിക്കാതെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ യൂസഫ് ക. എങ്ങനെയാണ് യൂസഫ് ക ഈ സിനിമയിലേക്ക് വന്നത്? ഞാൻ ഈ സിനിമയിൽ ഇല്ല, ഞാൻ ദോഹ വോയിസിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ റവീസ് അറിഞ്ഞല്ലോ, ഒരു 5-10 മിനിറ്റ് ഞാനുണ്ട് റോളിൽ.
അപ്പോൾ എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇതിലൊരു റഫീഖ് ഉണ്ട്. റഫീഖ് എന്നെ തട്ടിയിട്ട് പറയാണ് അടുത്ത വലിയ റോളിലിരിക്കും ഞാൻ ഇപ്പോൾ സമാധാനിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദോഹ വോയിസിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ പരിപാടി കഴിഞ്ഞ ഏരിയ എന്നോട് പറയുന്നത് ഇങ്ങനെ പരിപാടി ഉണ്ട്. പിന്നെ നമ്മളെ പാട്ടുകാരെ കണ്ണൂർ അല്ല മുബഷിർ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ റോള് ചെയ്തിട്ടുണ്ട്, നിന്നെ പങ്കെടുപ്പിക്കാത്തതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട്. അന്നേരം തന്നെ ഈ അൻവർ ഖാനെയും ഈ ഗ്രൂപ്പ് ഈ ടെലിഫിലിമുള്ള എല്ലാ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ എന്ത് ചെയ്ത് ഇപ്പം ഇവിടെ വെച്ചിട്ട് ഇങ്ങനൊരു കാഴ്ച ഉണ്ടല്ലോ, അത് വളരെ സന്തോഷമായി. അതിലെങ്കിലും പങ്കെടുത്തല്ലോ. അടുത്തതിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇപ്പോൾ ഇതിൽ പങ്കെടുത്തത് കൊണ്ട് അടുത്തതിൽ എന്തെങ്കിലും ഒരു റോള് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ ഫിറോസ് നാദാപുരം നമ്മളെ ഫിറോസ് പാട്ടുകാരെ ഇവിടെ വന്നു. അപ്പോൾ ഞാനൊരു എന്ത് ചെയ്ത് എൻ്റെ ഉമ്മാൻ്റെ ഹാണ്ടേനും കഴിഞ്ഞ ദിവസം, അപ്പോൾ അതിനൊരു പാട്ട് ഞാൻ എഴുതി അത് മൂപ്പർ പാടി തന്നിരുന്നു. പിന്നെ ഉമ്മാനെ കുറിച്ചുള്ള ഓർമ്മകൾ വെച്ചിട്ട് അപ്പൊ ആ പാട്ടൊരു രണ്ടുപേര് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? പാടാലോ. ഫിറോസ് പാടിത്തന്ന പാട്ടിൻ്റെ ഒരു 4 വരി എനിക്കറിയാവുന്ന പോലെ ഞാൻ പാടാം. എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ഓർമ്മകളൊരുപാട് തന്നല്ലോ പൊന്നുമ്മ, ഓമേനിച്ചെന്നെ വളർത്തിയ പൊന്നുമ്മ, ഒന്നും പറയാതെ എൻ്റുമ്മ പോയല്ലോ, ഓർത്തോർത്ത് ഞാനും കരഞ്ഞു തളർന്നല്ലോ. മാസം റജബ് പിറക്കുന്നതിൻ മുമ്പേ മലക്കുൽ മൗത്ത് അസ്റായീൽ ചാരത്തണഞ്ഞല്ലോ, മഗ്‌രിബിൻ നേരത്ത് മരണം വിളിച്ചല്ലോ, മൗനമായി ഉമ്മ ഈ ലോകം വേടിഞ്ഞല്ലോ, ഒരുപാട് ഓർമ്മകൾ തന്നല്ലോ പൊന്നുമ്മ, ഓമേനിച്ചെന്നെ വളർത്തിയ പൊന്നുമ്മ. ഇത് ഈ പാട്ട് ഞാൻ തന്നെ എഴുതിയതാണ് ഉമ്മാക്ക് വേണ്ടിയിട്ട്. ഉമ്മ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞു. ആ വർഷം തികഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ടൊരു സ്മരണഗാനം ഞാൻ എഴുതി നല്ല ഭംഗിയോടുകൂടി ഫിറോസ് നാദാപുരം പാടി തന്നിട്ടുണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട്. ഇതിൻ്റെ 4 വരിയാണ് നിങ്ങൾ കേട്ടത്. ഉമ്മാക്ക് വേണ്ടി ഇതിലുള്ള എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു അപേക്ഷയോട് കൂടിയിട്ട്. ഈ പാട്ട് കേട്ടവര് നമ്മുടെ ഈ പരിപാടി കാണുന്ന എല്ലാവരും യൂസഫ് ഖാന്റെ ഉമ്മാക്ക് വേണ്ടി എന്തായാലും ദുആ ചെയ്തിരിക്കും. എന്താണ് യൂസഫ് ഖാൻ? ഞാനൊരു കാര്യം കേട്ടു, സുൽത്താൻ എന്നറിയപ്പെടുമെന്ന്. എന്താണ് സുൽത്താൻ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? അത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സുൽത്താൻ എന്ന് വിളിക്കുന്നത് എന്താന്ന് എനിക്ക് സുൽത്താനാണോ ശരിക്കും? ഖത്തറിലെ സുൽത്താനാണ്. ഖത്തറിലെ സുൽത്താൻ വലിയ ഫ്ലാറ്റിലെല്ലാം താമസിക്കുന്നതുകൊണ്ട് സുൽത്താൻ ആ രീതിയിൽ ഇട്ടോ. പിന്നെ ഖത്തറിൽ വന്നിട്ട് 10-26 വർഷത്തോളമായി. പിന്നെ ഇങ്ങനത്തെ മൊബൈലും കാര്യങ്ങളായതുകൊണ്ട് ഇതുപോലത്തെ ഖത്തറിലെ പിന്നെ ഹൗസ് ഡ്രൈവറായാലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളായാലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന അനുഭവ കഥകൾ വെച്ചിട്ട് ഓരോ ടെലിഫിലിം നമ്മൾ പല നാട്ടിലുള്ളവർക്ക് എത്തിക്കുകയും അവർ കണ്ടിട്ട് അതിനെപ്പറ്റി ഒരു വിലയിരുത്തിക്കൊണ്ട് എല്ലാവിധ സഹായങ്ങളും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് മാറട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പലരും പല അനുഭവങ്ങളും കഷ്ടപ്പാടും കാര്യങ്ങളും വീട്ടിലുള്ള എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ടെലിഫിലിമിൽ കൂടി ഓരോരുത്തർ അനുഭവങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഉണ്ട് ഗൾഫിൽ എന്നുള്ള പറയാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഇത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും എന്ന് പറഞ്ഞ് നമ്മുടെ റമീസ് ഖാനോട് നമുക്ക് അടുത്ത ചോദിക്കാം. എങ്ങനെയാണ് റമീസ് ഖാൻ, അഭിനയം പഠിച്ചതാണോ? എവിടെ ഒരു അഭിനയാണോടെ, പിന്നെ റഫീഖിൽ അഭിനയിക്കാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല. റമീസ് നന്നായി ചെയ്തിട്ടുണ്ട്. റമീസ് ഇതിലുള്ള എല്ലാ ആളുകളും അതൊക്കെ അതുപോലെ ബിജു നന്നായി ചെയ്തിട്ടുണ്ട്. വോയിസിന് അധിക പേരും ഇതിലുണ്ട്.
അധികം പയ്യന്മാർ ഇതിലുണ്ട്. അധികം എല്ലാവരും റമീസൊക്കെ രാത്രി ഞങ്ങൾ വിളിക്കുന്നത് 12 മണി സമയത്താണ് വിളിച്ചത്. ആ സമയത്ത് ഓട്ടം ഉണ്ട് ലിമൂസിൻ പരിപാടി. മുമ്പ് അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ വരാം. അപ്പോൾ ഞാൻ വരാം, നീ നോക്ക്, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഇത് ഒഴിവാക്കുകയാണ്. വന്ന് ഒരു ടേക്കിൽ മൂപ്പർ ഓക്കെ. അൻവർ പറഞ്ഞാൽ നമുക്ക് മൂപ്പരെ പോലെ ആദ്യം കൊണ്ടുവന്നൂടെയെന്ന്. ബിജു ആണ് മൂപ്പരെ നമുക്ക് ഈ വർക്കിലേക്ക് സെറ്റാക്കി തന്നത്. അതിപ്പോൾ ഇവിടെ പറയണമല്ലോ. എത്ര മുതലല്ലേ ബിജു? ബിജു ലോല മനസ്സാ ബിജുവിന്. കുഞ്ഞു മനസ്സാ. കുഞ്ഞു മനസ്സ് ബിജുവിനൊക്കെ പരിചയപ്പെടുന്ന ഈ ദോഹ വോയിസ് കേട്ടോ. ദോഹ വോയിസ് ഇപ്പൊ നല്ല ഭയങ്കര കമ്പനിയാണ്. ബിജു ഇതിൽ അഭിനയിച്ചത് നല്ലൊരു ഇതിലെ ക്യാരക്ടറായിട്ട്. ഈ ആൾക്കാരെല്ലാം ഒരു ഉള്ള പറയാലോ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇവിടെ ഉണ്ട്, ആരുമല്ല, റഫീഖ്. അതുപോലെ മൂപ്പര് ഒരു സീനിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. ആ സമയത്ത് മഹമ്മൂദൊക്കെ മുബാഷിറാണ് അധികം ലൊക്കേഷനൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. എന്ത് പറഞ്ഞാലും മഹമ്മൂദൊക്കെ നാളെ ഒരു ഓഫീസ് വേണം. എടാ നോക്കട്ടെ, രാവിലെ വിളിച്ചിട്ട് ഓഫീസ് റെഡി ആയിക്കണം, സെറ്റാണ്, അഭിനയിക്കാൾ വരട്ടെ. ചിലപ്പോൾ മഹമ്മൂദ് എടാ ഒരു നേരത്തെ എത്തുമോ? ഞങ്ങൾ നേരത്തെ എത്താന്ന് പറഞ്ഞാൽ അൻവർ, ഞാൻ അൻവർ മുബാറക്കാണ്. പിന്നെ അല്ലെ എന്ത് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നേരം വെക്കും, അത് ഉറപ്പാണ്. ഒരു പരിപാടിക്ക് നേരത്തെ പോയൊരു ചരിത്രമല്ല. ഈ പരിപാടി ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തപ്പോൾ നേരം വെക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. മഹമ്മൂദ് കറക്റ്റായിട്ട് വരും, അയാൾ കറക്റ്റായിട്ട് വരും. പറഞ്ഞ ആ സാധനത്തിൽ മഹമ്മൂദ് മുബാഷിറാലും വരും. മഹമ്മൂദൊക്കെ അങ്ങനെ ഒരു ഓഫീസായാലും സെറ്റാക്കി. രണ്ടാമത് വേറെ ഓഫീസിലും വേണമായിരുന്നു, അത് ആ സമയത്ത് കിട്ടിയില്ല. ആ സമയത്താണ് റഫീഖ് മൂപ്പരുടെ ഓഫീസ് തന്നെ ചാവി എന്നിട്ട് അവിടെ നിങ്ങളത് കഴിയുമ്പോൾ പൂട്ടി പോയിക്കോളി. നിങ്ങൾ എപ്പോഴാണ് രാത്രിയാണ് ചെയ്യുന്നത്, 2 മണി സമയം. മൂപ്പർ ഓഫീസിന് ചാവി എന്നിട്ട് അവിടെ കഴിയുമ്പോൾ നിങ്ങൾ നിർത്തി പോയിക്കോളൂ. ബിജുവിൻ്റെ അടുത്ത് ചാവി കൊടുത്തിട്ട് അതിനും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളെ സഹകരിച്ച അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിൽ. പേരറിയണവരും അറിയാത്തവരൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇരിക്കുന്ന 3-4 പേരല്ല, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. മലയാള സിനിമ ഇപ്പോൾ പല ഭാഷകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങളോട് നമ്മുടെ കാണികളിലെ ഒരു പ്രതികരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയൊന്നും ഞങ്ങൾ ആർക്കും കൊടുക്കണില്ല. ഇങ്ങനെ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തപ്പോൾ അൻവർ പറഞ്ഞപ്പോൾ അത് വേണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 1.5 മണിക്കൂറാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. പക്ഷേ 1.25 ഉണ്ടായിരുന്നു. കുറച്ച് ലെങ്ത്ത് ഞങ്ങൾ കുറച്ചാണ്, ചിലത് കറക്റ്റായിട്ടില്ല. അതുപോലെ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഫറൂഖ് ഇവിടെ അൽക്കൂറുള്ള ആൾ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. കുറേ ആൾക്ക് ഖത്തറിൽ ഒരുപാട് പേരുണ്ട്. ഇവരൊന്നും അഭിനയം പഠിച്ചു വന്നതല്ല. ഇവിടെ വന്ന് കുറേയൊക്കെ ഞങ്ങളെക്കൊണ്ട് അറിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് പടം ചെയ്യണം. അപ്പോൾ അൻവർ മുബാറക്കിന് വാശിയായിരുന്നു, ഇതെങ്ങനെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നെങ്ങനെ മോട്ടറാക്കും, അവിടെ എന്നെ കൂടി പറ്റും എന്നിട്ട് ഇപ്പോൾ രാവിലെ വരുന്നുണ്ട് റൂമൊക്കെ, ഇവനൊരു പണിയില്ല. രാവിലെ വന്ന് ഇന്നെ മോട്ടറാക്കി അവൻ പോകും. അപ്പോൾ ഞാൻ ഇരിക്കും, എഴുത്ത് തുടങ്ങും, പരിപാടി തുടങ്ങും. വീണ്ടും അവിടെ എന്ത് തീർന്നോ അവിടെ ഞാൻ ചോറുന്നല്ല, അത് തീർക്കേണ്ട ഒരു സമയത്താട്ട് വീണ്ടും വരും. അങ്ങനെ ഇപ്പോൾ 10 സീനായി, 15 സീനായി, 48 സീനോളം ലെങ്ത്ത് വന്ന്. അപ്പോൾ അൻവർ പറയണത് നടക്കുന്ന പരിപാടിയല്ല, നമുക്ക് ആൾ വേണം. പിന്നെ മുബഷീറിനെ ബന്ധപ്പെടണം. മുബാഷിർ പിന്നെ മുബഷീറിനെ കൊണ്ടാണ് ഇത്രയും ആൾക്കാർ, എത്ര ആളെന്ന് ദോവൈസിന് കിട്ടിയ മുബാഷിർകാരാണ്. താല്പര്യമുള്ള കുറെ ടീം ഉണ്ടായിരുന്നു, ഒരു ചാൻസ് കിട്ടി. അവരുടെ നമുക്ക് നിങ്ങളെപ്പോലും പരിചയപ്പെടാൻ മുബഷീർ അവരുടെ ദോവൈസ് പറഞ്ഞ ടീമുണ്ട് ഖത്തറിൽ, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ മുട്ടി എല്ലാവരും കിട്ടും, ഞാൻ സംസാരിക്കുക. പിന്നെ ഓരോരുത്തരും കൊണ്ടുവരാൻ തുടങ്ങി ആ ഗ്രൂപ്പിൽ നിന്ന്. ഓരോ ആണിക്കലിൽ ഇങ്ങനെ വർക്കി കൊടുക്കുന്നത്, അത് ഒരാളെ കിട്ടി, അടുത്ത ആളെ കിട്ടി, ഒരു വലിയ ടീമായി. അതുപോലെ മുബാഷിർ അതുപോലെ ലാസ്റ്റ് ഫൈനൽ സമയത്ത് ഇവർക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ രതീഷ് ഏട്ടൻ്റെ വീട്ടിൽ ലാസ്റ്റ് ഫൈനൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് മുബാഷിർ ഞാൻ ബിരിയാണി വെക്കും. അപ്പോൾ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല വെക്കുമെന്നുള്ളത്. കാരണം ഇപ്പോൾ അവിടെ ഞാൻ നന്നായിട്ട് വെക്കും, അങ്ങനെയാണ്. അപ്പോൾ അൻവർ പറയട്ടെ ഞാൻ സാധനം തരുന്നാൽ എനിക്ക് എന്താ വേണ്ടതൊക്കെ ഞാൻ കൊടുന്നുതരാം. വെച്ച് കൊണ്ടുവന്ന് നന്നായിട്ടുണ്ട്, ചെയ്ത് നന്നായിട്ടുണ്ട്. എല്ലാ പരിപാടിക്കും പറ്റും, ആളുഷാറാ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദോഹ വോയിസിലെ പാട്ടുകാർ മാത്രമല്ല, എല്ലാവരും ആക്ടേഴ്സ് കൂടെയാണെന്നുള്ളതാണ് അല്ലേ? നിങ്ങൾ എല്ലാവരും ഹൗസ് ഡ്രൈവർമാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു സിനിമ ചിത്രീകരിക്കാനുണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്? കൂടുതലും ഇത് നൈറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. രാത്രി 10 മണിയാകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഒന്നെങ്കിൽ ടാക്സിയിൽ വരും, പിന്നെ തിരിച്ചു പോകുമ്പോൾ പുലർച്ചെയാണ് പിന്നെ ഷൂട്ട് കഴിഞ്ഞ് അവിടെ എത്തുക. ആകെ ഒരു സീനെ ഷൂട്ട് കണ്ടുള്ളൂ. അതുപോലെ മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ചിത്രീകരിക്കാനായിട്ട്. ഇപ്പം ഒരു മൊബൈൽ ഫോണും ഒരു കൂട്ടം ചെറുപ്പക്കാരും ഉണ്ടെങ്കിൽ ആർക്കും എങ്ങനെയും ഒരു സിനിമ പിടിക്കാമോ? ഒരു ഫോണുള്ള ആൾക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ കയ്യിലൊക്കെ ഫോണുണ്ട്. ഫോൺ മാത്രം പോരാ, ഇവർക്ക് നല്ല സ്റ്റോറി, നല്ല കഥ വേണം. അത് കഴിഞ്ഞാലും നല്ല എഡിറ്റർ വേണം. ഇപ്പം അൻവർ ഇല്ലെങ്കിൽ സിനിമ ഉണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഞാനും മുബാറക്കും കൊണ്ട് വിചാരിച്ചാൽ ഈ സാധനം നടക്കില്ല. കാരണം എഡിറ്റ് ചെയ്യാൻ ഇരിക്കണം. കാരണം അൻവറിൻ്റെ കയ്യിൽ ചെറിയ സിസ്റ്റം വെച്ചിട്ട് എഡിറ്റ് ചെയ്യണം. 1.5 മണിക്കൂർ ഇരുന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സീന്, ഇപ്പോൾ ഇവൻ ചെയ്തൊരു സീനിൽ ഒരു 10-20 ക്ലിപ്പ് ഉണ്ടാവും. അത് ചിലപ്പോൾ 2 മിനിറ്റ് ആവും, ചിലപ്പോൾ 1.5 മിനിറ്റ് ആവും.
ആ 10-20 മിനിറ്റ് ഒരു അരമണിക്കൂറിൻ്റെ സാധനം 2 മിനിറ്റൊക്കെ ചുരുക്കണം. ബാക്ക് വൈഡ് ക്ലോസ് ഇങ്ങനെ വെക്കുകയാണ്. ഇവരൊക്കെ പുതുമുഖ ആൾക്കാർ, അപ്പോൾ ഒരൊറ്റ ടേക്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ സംസാരിക്കും, ചിലപ്പം എന്തെങ്കിലും കയറി പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ദേഷ്യം പിടിക്കും. അപ്പോൾ ഇവന്മാരപ്പോൾ ഇവരെ കണ്ണും മോറും വാടും. പിന്നെ ഇവരെ കണ്ണും മോറും ശരിയാവോളം ഞാൻ കാത്തിക്കണം. കാരണം ഇവർക്ക് ആർക്കും പേയ്മെൻ്റ് ഇല്ല. എടാ ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ സംബന്ധിച്ച് അപ്പോൾ ഒരു എഡിറ്റർ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അൻവറാണ് ക്യാമറയാണ്. അൻവർ ഷാഹിദ് ഒന്ന് താവ് ആവശ്യമുള്ളതാണ്, നമുക്ക് പടം ഇറങ്ങണ്ടേ, ഇങ്ങനെ വന്നിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഞാനവിടെ ക്ഷമ വെക്കും. പിന്നെ അൻവർ പിന്നെ മുബാറക്കിനോടും, പിന്നെ മുബാറക്കാണ് വന്ന് സംസാരിക്കുന്നത്. അൻവർ പറഞ്ഞിട്ട് ശരിയാണെങ്കിൽ മുബാറക്ക് വന്നിട്ട് താന്നേ പറ്റുള്ളൂ കേട്ടോ, കാരണം നമ്മളത് ആവശ്യം. കാരണം ഇവരൊക്കെ വന്ന് വെച്ചാൽ പുലർച്ചെ വരികയാണ്. ഇവർ വന്ന് ഭക്ഷണം കഴിക്കാതെ പുലർച്ചെ അൽക്കൂറിൽ ഒരു ഫാമിൽ ഷൂട്ടുണ്ടായിരുന്നു. പുലർച്ചെ വന്ന് ലൈറ്റ് വരണം അവിടെ, കാരണം ലൈറ്റ് യൂണിറ്റ് ഒന്നുമില്ല. പറഞ്ഞാൽ പരിമിതിയാണല്ലോ, ലൈറ്റിന് പരിമിതിയൊക്കെ ഉള്ള സമയത്ത് എല്ലാത്തിനും പരിമിതിയാണ്. ലൈറ്റ് യൂണിറ്റ് ഒന്നുമില്ല. കാരണം ഇവരുടെ കയ്യിലൊക്കെ ഫോണുണ്ട്, അവിടെ ലൈറ്റ് വരണം, അവിടെ വണ്ടി വേണം. അറബി വീട്ടിലായിരുന്നു ഒക്കെ വണ്ടി പറഞ്ഞ സാധനം, അതുപോലെ ക്യാമറ, എഡിറ്റിങ്, ഈ പറഞ്ഞ സൗണ്ട് എഫക്ട്സ്, പിന്നെ ഇങ്ങനത്തെ മൈക്കാണ് ഉണ്ടെന്നാലും BGM പറഞ്ഞ സാധനം ബാക്ക് പോകുന്നുണ്ട്. ഇതിൽ 2 സോങ് ഉണ്ട്. ഇതൊക്കെ ചില ഒരു പ്രൊഡ്യൂസറിന് സംഭവത്തിന് ശരിക്കും വേണം. ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് വേണം, ഇല്ലാതെ ഒരിക്കലും നടക്കൂല. ചെറിയ ഫണ്ട് ആയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മുബാറക്ക് മാസ് പ്രൊഡക്ഷൻ അവരാണ് ശരിക്കും എടുത്തിട്ടുള്ളത്. ഇവരെ കൂടിയിട്ടാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പോയിട്ടുള്ളത്. ചെറിയ തോതിൽ പ്രൊഡ്യൂസറും വേണം, ഫണ്ട് ഇറക്കാനും ചെറിയ ആൾ വേണം. ഫോൺ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം ഒന്നും ആവില്ല. എന്നുവെച്ചാൽ ഫോൺ വെച്ച് ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോൺ വെച്ച് ആർക്കും ചെയ്യാം. ഇതിനു വേണ്ടി ഇറങ്ങണം, സമയം കണ്ടെത്തി ഇറങ്ങണം. ഇവനെ എല്ലാവരും പണിയാണ്, ഇവർ നാളെ രാവിലെ പണിയുള്ളവരാണ്. ഇപ്പോൾ ഇതിനുവേണ്ടി സമയം കണ്ടെത്തുന്നത് ഈ വർക്ക് ഇറങ്ങണം, അതിനുവേണ്ടി നിൽക്കുന്നവരാണ്. ഇതിൻ്റെ ക്യാമറയുടെ ബാക്കിൽ ഒരാൾ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവർക്കിത് ഇറങ്ങി കാണണമെന്ന് ആഗ്രഹം കൊണ്ടാണ്. ഇപ്പം അൻവറിന് ജോലി, മുബാറക്ക്, ഇപ്പം ഞാൻ, ഇതൊക്കെ ജോലിയുള്ളവരാണ്. ഇവരുടെ കയ്യിലൊക്കെ ഫോണുണ്ട്. പിന്നെ ചിലവ് ഫണ്ട് ഇറക്കി എന്ന് പറഞ്ഞാൽ ചിലവ് വന്നിട്ടുണ്ട്. അത് പറഞ്ഞാൽ കോടാനൊന്നും ആയിട്ടില്ല, കാരണം സംഭവം ഫോണിലാണ്. എന്നാലും വലിയ ഫണ്ടായിട്ടില്ല. അപ്പോൾ എത്ര നമുക്ക് കണക്ക് കൂട്ടി പറയാൻ ചില മുബാറക്കിനെ അറിയുള്ളൂ. കാരണം അവനാണ് ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ചിലവാക്കിയിട്ടുള്ളത്. അല്ല, ശരിക്കും ഇതുള്ളത് തന്നെയാണോ? ഇങ്ങനെ ഒരു സിനിമ വരുമോ? അല്ല, പറഞ്ഞല്ലോ ഫെബ്രുവരി 2-ാം തീയതി വൈകിട്ട്. അത് യൂട്യൂബിലാണ്. ഇവർക്ക് യൂട്യൂബിൽ ഇത് റിലീസാവുന്നത്. തിയേറ്ററിൽ കിട്ടൂല, ഒരു OTT പ്ലാറ്റ്ഫോമിൽ അത് കിട്ടൂല. കാരണം അവരെ സംബന്ധിച്ച് ഞങ്ങൾ പുതുമുഖങ്ങളാണ്. അത് എല്ലാവരും പുതുമുഖങ്ങൾ. ഈ പറഞ്ഞ ഫോണിൽ ഷൂട്ട് ചെയ്ത് ഡബ്ബിങ് അങ്ങനത്തെ ഒരു മൈക്കാണ് അതിൽ. സ്റ്റുഡിയോ ഡബ്ബിങ് ഇല്ല. ഇവിടെ സ്റ്റുഡിയോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഖത്തറിൽ അത്യാവശ്യം കുഴപ്പമില്ല റീച്ചുള്ള സ്റ്റുഡിയോ പറഞ്ഞാൽ വേവ് സ്റ്റുഡിയോ പറഞ്ഞാൽ അയൻകാദിൽ സ്റ്റുഡിയോ ഉണ്ട്. ഒരു മണിക്കൂർ ഡബ്ബ് ചെയ്യണമെങ്കിൽ 150 റിയാൽ കൊടുക്കണം അവിടെ, ഒരു മണിക്കൂറിന്. ഇപ്പം ഞാനവിടെ പോവുകയാണെങ്കിൽ ഇപ്പം അൻവർ ഇവരൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സീന് ഇവർ നന്നായിട്ടത് അറിയാലോ, ഡബ്ബ് ചെയ്യാൻ വേണ്ടി എടുക്കും. ഇവർ 2-3 മണിക്കൂർ കൊടുക്കും. അവിടെ 300-400 റിയാൽ അവിടെ വരും. അങ്ങനെ ഒരാളല്ല, 10-15 പേരിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കണക്കൂട്ട് വലിയൊരു ഫണ്ട് വരും. ഇതുപോലെ മൈക്കിലാണ് ഡബ്ബിങ് വരുന്നത്. പിന്നെ BGM സ്കോറ് കാര്യങ്ങൾ ചെയ്ത് അധികം നമ്മൾ യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് നമ്മൾ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹന എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്, ബാക്കി നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരാണ് ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടായിരുന്നത്. പിന്നെ എഡിറ്റിംഗ് അൻവറാണ്, കുറച്ച് ചെറിയ സിസ്റ്റം വെച്ചിട്ട്. ക്യാമറ പറഞ്ഞാൽ ഞങ്ങൾ ഫോണാണ്. ലൈറ്റ് യൂണിറ്റ് പറഞ്ഞാൽ യൂണിറ്റ് ഒന്നുമില്ല. നാട്ടിലൊക്കെയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ്, വലിയ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ലൈറ്റ് യൂണിറ്റ് ഒന്നുമില്ല. അവനാൻ്റെ ഫോണ് ഇപ്പം എൻ്റെ സീൻ കഴിഞ്ഞാൽ അളിയാ ക്യാമറ ലൈറ്റ് ഇല്ല, അപ്പോൾ പിടിച്ച് നിൽക്കുകയാണ്, ഫ്ലാഷ് ഓണാക്കി ബാക്കിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും അതൊന്ന് യൂസ് ചെയ്യാതെ ഇങ്ങനെയും സിനിമ അതുണ്ടെങ്കിൽ അതിൻ്റെ ശരി പറഞ്ഞേക്ക് ഇപ്പം ഇങ്ങനെ ചെയ്യുക. ഖത്തറിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒരുപാട് അഭിനയിക്കാൻ അറിയുന്നവരുണ്ട്. 1-2 പടത്തിൽ അഭിനയിച്ചിട്ട് ഇവിടെ എത്താതെ പോയവരുണ്ട്. നല്ല എഴുത്തുകാരുണ്ട്, ഗായകന്മാരുണ്ട്, എല്ലാ രീതിക്കുള്ളവരുണ്ട്. ക്യാമറ ചെയ്യണവരുണ്ട്, എഡിറ്ററുണ്ട്. ഇവർ പറഞ്ഞ ബക്കാല, കൂൾബാർ, അറബി വീട്ടിലെ ഡ്രൈവർ, ചെടിക്ക് വെള്ളം നനക്കുക, അങ്ങനത്തെ മോട്ടർ നനക്കത്തെ പണിയാണ്. അത് അവരെ പണി, ജീവിതമാർഗ്ഗം അതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ മാർഗ്ഗം ഇതാണ്. എല്ലാവരും ഇതാണ് അവസ്ഥ. ഇവരാഗ്രഹമാണ്, ഇവരൊക്കെ ആഗ്രഹങ്ങളാണിത്. ഇത്രയും ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്ന് ഒരു സിനിമയിലേക്ക് എത്തിയ ഒരു കൂട്ടം ഹൗസ് ഡ്രൈവർമാരുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. ഈ ഒരു സിനിമ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടുകൂടെ തന്നെ എല്ലാവരും, ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു.